മലയാളം ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ നെവിനോട് മസ്താനി ചോദിക്കുകയാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കച്ചറ ഉണ്ടാക്കിയത് ആരോടാണെന്ന്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ദേ ആ കുട്ടിയില്ലേ, ആ കുട്ടീൻ്റെ അടുത്ത് കച്ചറ ഉണ്ടാക്കിയപ്പോഴാണ് എൻ്റെ നില തെറ്റി ഞാൻ പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ വീട്ടിൽ നാടകമായിരുന്നു, നാടകം ചെയ്യുന്ന ഒറ്റൊരു വ്യക്തി ഇതേ എൻ്റെ മുമ്പിൽ നിന്ന് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ബാക്കിയുള്ള 20 പേരും നാടകമൊന്നും അല്ലല്ലോ ഇവിടെ കളിക്കുന്നതെന്ന്. അല്ല, 20 പേരും ജെന്യുവിനാണ്. അങ്ങനെ ആയാൽ മതി എന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ മസ്താനി ചോദിക്കുന്നുണ്ട്, നിനക്കിവിടെ ഏറ്റവും ജെനുവിനായിട്ട് തോന്നുന്നത് ആരെയാണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ അനുമോള് പറഞ്ഞു, ജിസേലിനെയും ആര്യനെയും ആയിരിക്കും ഇവന് ഏറ്റവും പ്രിയപ്പെട്ടത്, ജെനുവിനായിട്ടൊക്കെ തോന്നുന്നതെന്ന്. അവരൊന്നും അല്ല. ഇന്നലെ അവരെന്നെ ഒരു കയ്യകലത്തിൽ മാറി നിന്നാൽ മതി എന്ന് എന്നോട് ജിസേലും ആര്യനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരെയൊന്നും അല്ല ജെനുവിനായിട്ട് തോന്നുന്നത്, എനിക്ക് സാബുമോനെയാണ് ജെനുവിനായിട്ട് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നുണ്ട്, സാബുമോനാണെങ്കിൽ ഭയങ്കര പേടി, ഇവിടെ വന്നപ്പോൾ തൊട്ട് ആരെടുത്തും ഒന്നും പറയാനും. ഇന്നലെ തന്നെ നമുക്ക് ആ ടാസ്ക് തന്നു കഴിഞ്ഞപ്പോൾ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കയ്യിലെ ഞൊട്ടയൊക്കെ പൊട്ടിച്ചിട്ടാണ് അവൻ പേര് പറയുന്നത്. അവൻ അത്രയ്ക്ക് പേടിയാണ്. ഇനി അവരത് സീരിയസ് ആക്കി എടുക്കുമോ, ഇനി അവരത് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുമോള് പറഞ്ഞു, ഞാനും വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, എനിക്കും ഇവിടെ കച്ചറയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കും പേടിയായിരുന്നു, എന്നിട്ട് ഞാനും ഇങ്ങനെ കൈവിരലൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരോട് ദേഷ്യപ്പെട്ടതെന്ന്. മസ്താനി ചോദിക്കുന്നുണ്ട്, വൈൽഡ് കാർഡ് അല്ലാതെ ചേട്ടൻ ഇവിടെ ജെനുവിനായിട്ട് തോന്നിയത് എനിക്ക് ഒനീൽ ചേട്ടനാണ്. ഒനീൽ ചേട്ടൻ നല്ലൊരു ക്യാരക്ടറാണെന്ന് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും പറയുന്നുണ്ട്, പുള്ളിക്കാരൻ ഏകദേശം ഒരു നല്ല ക്യാരക്ടറാണെന്നൊക്കെ ലക്ഷ്മിയും പറയുന്നുണ്ട്.